ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. വചനമാകുന്ന യേശുവിനെ സേവിക്കാൻ സാധിച്ച ഈ നല്ല നിമിഷത്തിന് നന്ദിയുള്ളവരായിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. പിതാവായ ദൈവമേ, വചനമാകുന്ന യേശുവിലൂടെ ഞങ്ങളുടെ അടുത്ത് അങ്ങ് സംസാരിക്കണമേ. യേശുവാകുന്ന വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ലോകം മുഴുവൻ യേശുവാണ് ഏകരക്ഷകനെന്ന് അഭിമാനത്തോടു കൂടി വിളിച്ചു പറയുവാൻ ഞങ്ങളെ അങ്ങയുടെ വലിയ ആ സുവിശേഷ പ്രഘോഷകരാക്കി തീർക്കുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവമ്മയോട് കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അപ്പം നമുക്ക് ഇന്നത്തെ വചനം കണ്ടെത്താം. നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് വചനം എടുക്കുന്നത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. ഹെബ്രായർ 10:24. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ചിലർ സാധാരണമായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആദ്യദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നെ ഒരു ബലി അവശേഷിക്കുന്നില്ല. ഇത് ഭയങ്കര വലിയൊരു പ്രബോധനമാണ്. സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല. അപ്പോൾ നമ്മളൊരു വട്ടം ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ള നല്ല പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷം കുമ്പസാരമുണ്ടല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കുമല്ലോ എന്ന് ആലോചിച്ച് പിന്നെയും പാപത്തിനെ നമ്മൾ അടിമപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, മനസ്സ് കഠിനമാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ഒരു ബലിയില്ല. അതായത് ഓൾറെഡി മരിച്ച് ഉയർത്ത യേശു നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമിക്കാൻ വേണ്ടി മരിച്ചു ഉയർത്തു. അതിനെ കാരണമാക്കി പിന്നെയും നമുക്ക് പാപത്തിൽ തുടരാൻ അനുവാദമില്ല. അതാണ് അതിൻ്റെ കാര്യം. നമുക്ക് ബലഹീനരാണ്, പാപങ്ങൾ വന്നു പോകും. അപ്പോൾ ദൈവത്തെ അറിഞ്ഞു, സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം, അല്ലെ, നമുക്കെല്ലാം അറിയാം. ചില ആൾക്കാർ മനഃപൂർവ്വം നമ്മൾ അറിഞ്ഞിട്ട് പോലും ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടിയോ ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വിദ്വേഷം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ പാപത്തിൽ തന്നെ തുടരുന്ന ഒരുപാട് പ്രവണതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പിന്നെ ഒരു ബലിയില്ല. അതായത് മരിച്ചുയർത്ത യേശു നമ്മുടെ അത്തരം പാപങ്ങൾക്ക് നമ്മളെ സഹായിക്കാൻ തയ്യാറാകാതെയാണ് നിൽക്കുന്നത്. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പാപത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കാനും ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.